നമസ്കാരം. മിഡി സ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നു. US വിദേശകാര്യ സെക്രട്ടറി ഗൾഫ് സന്ദർശിച്ചേക്കും. GCC ഐക്യം അനിവാര്യമെന്ന് കുവൈത്ത്. ഖത്തറിൽ ഭക്ഷ്യക്ഷാമമുണ്ടെങ്കിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാമെന്ന് സൗദി. ഖത്തറിൽ നിന്ന് നാട്ടിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിച്ചു. യാത്ര പുനഃസ്ഥാപിച്ചത് UAE വഴിയുള്ള വ്യോമപാതയിലൂടെ. വ്യോമ ഉപരോധം ബാധകമാകുക ഖത്തറിൽ രജിസ്റ്റർ ചെയ്ത വിമാന കമ്പനികൾക്കെന്ന് സൗദി, UAE, ബഹ്റിൻ രാജ്യങ്ങൾ. കുവൈത്തിൽ ആശ്രിത വിസയ്ക്കുള്ള നിയന്ത്രണം പിൻവലിക്കുന്നു. ഭാര്യ, മക്കൾ ഒഴികെയുള്ള ബന്ധുക്കളെ ആശ്രിത വിസയിൽ കൊണ്ടുവരുന്നതിനുള്ള വിലക്ക് നീക്കും. മാതാപിതാക്കളും സഹോദരങ്ങളും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾക്ക് ഉപാധികളോടെ വിസ അനുവദിക്കും. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില വർദ്ധിച്ചിട്ടില്ലെന്ന് ഒമാൻ. വില നിയന്ത്രണത്തിലെന്നും പ്രത്യേക സംഘങ്ങൾ വില നിലവാരം നിരീക്ഷിക്കുന്നതായും ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. മവേല സെൻട്രൽ മാർക്കറ്റ് പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചെന്നും വിശദീകരണം. ദുബൈയിൽ താമസക്കാർക്ക് വെള്ളവും വൈദ്യുതിയും ലഭിക്കാൻ പുതിയ നിയമം. സേവനം ലഭ്യമാക്കാൻ താമസ സ്ഥലത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ വാടക കരാർ ഹാജരാക്കണം. നിബന്ധന അടുത്ത മാസം 1 മുതൽ നടപ്പാക്കും. കുവൈത്തിൽ ഭാര്യ, മക്കൾ എന്നിവർ ഒഴികെയുള്ള ബന്ധുക്കളെ ആശ്രിത വിസയിൽ കൊണ്ടുവരുന്നതിനുള്ള വിലക്ക് ഉടൻ പിൻവലിച്ചേക്കും. മാതാപിതാക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത ബന്ധുക്കൾക്ക് ഉപാധികളോടെ ആശ്രിത വിസ അനുവദിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. കടുത്ത നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവർക്ക് വേണ്ടി ആശ്രിത വിസ അനുവദിക്കുക. ഒരാൾക്ക് 300 ദിനാർ വീതം പ്രതിവർഷം ആരോഗ്യ ഇൻഷുറൻസ് അടക്കണമെന്നതാണ് പ്രധാന നിബന്ധന. ആദ്യ വർഷം ഇഖാമ ഫീസായി നൽകുന്ന 200 ദിനാറിന് പുറമെയാണിത്. ഇൻഷുറൻസ് കമ്പനി വഴിയായിരിക്കും ഈ തുക ഈടാക്കുക. ഇൻഷുറൻസ് കമ്പനിയുമായി കരാറിലെത്തുന്നതോടെ വിദേശികൾക്ക് ഭാര്യയും മക്കളുമല്ലാത്തവരെ ആശ്രിത വിസയിൽ കൊണ്ടുവരാനുള്ള അവസരം വീണ്ടും തുറക്കപ്പെടും. ആഭ്യന്തര മന്ത്രാലയത്തിലെ പാസ്പോർട്ട് പൗരത്വകാര്യ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ മാസിൻ അൽ ജറാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കുവൈത്തിലെ സൗജന്യ ആരോഗ്യ സേവനം ലക്ഷ്യം വെച്ച് വിദേശികൾ പ്രായമേറിയ മാതാപിതാക്കളെ കുടുംബ വിസയിൽ കൊണ്ടുവരുന്നതായും ഇത് രാജ്യത്തിന് സാമ്പത്തിക ബാധ്യത വരുത്തുന്നുവെന്നും വിലയിരുത്തിയായിരുന്നു അധികൃതർ കുടുംബ വിസയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊണ്ടുവരാനുള്ള അനുമതി റദ്ദാക്കിയ നടപടിക്കെതിരെ വിമർശം വ്യാപകമായതോടെയാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനം പുനഃപരിശോധിച്ചത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില നിയന്ത്രണത്തിൽ തന്നെയാണെന്നും വർധനവില്ലെന്നും ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. മവേല സെൻട്രൽ മാർക്കറ്റിൽ വില നിലവാരം അതോറിറ്റി നിയോഗിച്ച പ്രത്യേക സംഘങ്ങൾ സദാ നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നും അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ ഉമർ ഫൈസൽ അൽ ജംദമി അറിയിച്ചു. രാവിലെ 6 മുതൽ 11 വരെ ഒരു സംഘവും 11 മുതൽ 4 വരെ മറ്റൊരു സംഘവുമാണ് പ്രവർത്തിക്കുന്നത്. ഇടക്കാലത്ത് വില ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ താഴ്ന്നു നിൽക്കുകയാണ്. ആവശ്യത്തിന് ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കുള്ളതായും ജഹദമി പറഞ്ഞു. പെരുന്നാൾ പ്രമാണിച്ച് മാർക്കറ്റിന്റെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ രാത്രി 11 മണി വരെ പ്രവർത്തിക്കുന്നത് ഷോപ്പിങ്ങിനെത്തുന്നവർക്ക് സഹായകരമാകും. ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കൊപ്പം സ്വദേശി ഉൽപ്പന്നങ്ങളും ധാരാളം വിപണിയിലുണ്ട്. കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും മറ്റ് നിയമലംഘനങ്ങളും നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് പരാതി നൽകാനും സൗകര്യമുണ്ടാകും. മീഡിയ 1, മസ്കത്ത്. ദുബൈയിലെ താമസക്കാർക്ക് ഇനി വെള്ളം, വൈദ്യുതി സേവനങ്ങൾ ലഭിക്കാൻ താമസ സ്ഥലത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ വാടക കരാർ നിർബന്ധമാക്കുന്നു. അടുത്ത മാസം 1 മുതൽ പുതിയ നിബന്ധന നടപ്പാക്കി തുടങ്ങും. വാടക കരാർ സാക്ഷ്യപ്പെടുത്തുന്നതിന് ദുബൈ ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് 800 റിയൽ എസ്റ്റേറ്റ് ഓഫീസുകളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം, വൈദ്യുതി സേവനങ്ങൾക്കായി ദേവയുടെ ഓഫീസിലെത്താതെ തന്നെ താമസക്കാർക്ക് വാടക കരാർ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. വാടക കരാറിന്റെ അറ്റസ്റ്റേഷൻ നടപടികൾ പൂർത്തിയായ ഉടൻ താമസക്കാരന്റെ മൊബൈൽ നമ്പറിലേക്ക് SMS, ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കും. ഇതോടൊപ്പം സെക്യൂരിറ്റി തുക കെട്ടിവെക്കാനുള്ള ലിങ്കും ലഭിക്കും. ഈ ലിങ്ക് വഴി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സെക്യൂരിറ്റി തുക അടയ്ക്കണം. നടപടികൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാനാണ് ഈ സംവിധാനമെന്ന് ദേവ CMD സയ്യിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു. മീഡിയ 1, ദുബായ്. സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് 4 ലക്ഷത്തിലേറെ പേർ ഉപയോഗപ്പെടുത്തിയതായി പാസ്പോർട്ട് വിഭാഗം മേധാവി കേണൽ സുലൈമാൻ അൽ യഹ്യ. ഇതിൽ 1 ലക്ഷത്തിലധികം ആളുകൾ സ്വദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി 13 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പൊതുമാപ്പ് അവശേഷിക്കാൻ 13 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സൗദി പാസ്പോർട്ട് വിഭാഗം പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി പാസ്പോർട്ട് വിഭാഗം മേധാവി കേണൽ സുലൈമാൻ അൽ യഹ്യ മക്ക മേഖലയിലെ ഷുമൈസി പൊതുസേവന കേന്ദ്രം സന്ദർശിച്ചു.
പൊതുമാപ്പ് നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന് ജീവനക്കാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അർഹരായ മുഴുവൻ വിദേശികളും 13 ദിവസത്തിനകം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങണമെന്ന് പാസ്പോർട്ട് ഡയറക്ടർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഇതുവരെയായി 4,04,253 പേർ ഫൈനൽ എക്സിറ്റ് നേടി. ഇതിൽ 1,00,000-ലധികം പേർ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് നിയമലംഘകർ എത്രയും വേഗം നാടുവിടുന്നുള്ള നടപടികൾ പൂർത്തിയാക്കണം. ഇതിനായി വിവിധ മേഖലകളിൽ ധാരാളം കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുമാപ്പ് കാലാവധിക്ക് ശേഷം വ്യാപകമായ പരിശോധന ഉണ്ടാവും. തൊഴിൽ താമസ നിയമലംഘകർ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താതെ സൗദിയിൽ തുടരുകയാണെങ്കിൽ റമദാനിന് ശേഷം കടുത്ത ശിക്ഷകൾക്ക് അർഹരായിത്തീരും. ജയിൽ ശിക്ഷക്കും പിഴക്കും പുറമെ ഇവരെ നാടുകടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരക്കാരെ സഹായിക്കുന്നവരും ശിക്ഷയ്ക്ക് അർഹരാണെന്ന് സുലൈമാൻ ലഹിയ പറഞ്ഞു. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. ഒമാനിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം 2015-നെ അപേക്ഷിച്ച് 25% കുറവ് കുറ്റകൃത്യങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2014 മുതൽ 2016 വരെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറവ് കുറ്റകൃത്യ നിരക്കാണിത്. കുറ്റവാളികളുടെ എണ്ണം 22.8% കുറഞ്ഞ് 20,577 ആയി. 2015-ൽ ഇത് 26,655 ആയിരുന്നുവെന്നും ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു. കുറ്റവാളികളിൽ 50% പേരാണ് വിദേശികളായുള്ളത്. 1000 പേരിൽ 5 കുറ്റവാളികളാണ് ഉള്ളതെന്നും കണക്കുകൾ പറയുന്നു. മസ്കറ്റ്, വടക്കൻ ബാത്തിന, ദോഫാർ ഗവർണറേറ്റുകളിലാണ് പകുതിയിലധികം കുറ്റകൃത്യങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. മുസന്തമിലാണ് ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് 1.5%. അൽ ബുസ്തയിലാണ് ഏറ്റവും കുറവ് കുറ്റവാളികളുള്ളത്, ജനസംഖ്യയുടെ 1.5%. നിയമലംഘനമാണ് 22.8% പേരിലും ആരോപിക്കപ്പെട്ട കുറ്റം. ഇതിൽ 69% നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം. താമസ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചവർ 29.8%. മത്സ്യബന്ധന നിയമലംഘനം, ഒമാനി പാസ്പോർട്ട് ആൻഡ് പേഴ്സണൽ കാർഡ് നിയമലംഘനങ്ങളാണ് ബാക്കിയുള്ളവ. മയക്കുമരുന്ന് കേസുകളിൽ 17.4% പേരും പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളും ആയുധ നിയമലംഘന കേസുകളുമാണ് കുറവ്. കുറ്റവാളികൾ ഭൂരിപക്ഷം പേരും പുരുഷന്മാരാണ്. ഒമാനിൽ 94%, വിദേശികളിൽ 84%. പുരുഷന്മാരിൽ കുറ്റവാളികളുടെ എണ്ണം. മീഡിയ 1 മസ്കത്ത്. വാർത്തകളിലേക്ക്. ഈ മാസം ആദ്യത്തിൽ സൗദിയിലെ ഖത്തീഫിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 2 തീവ്രവാദികളെയും തിരിച്ചറിഞ്ഞു. ഇരുവരും ഖത്തീഫ് സ്വദേശികളാണ്. DNA പരിശോധനയ്ക്ക് ശേഷമാണ് അധികൃതർ തീവ്രവാദികളുടെ വിവരം പുറത്തുവിട്ടത്. അവാമിയയിൽ നടന്ന തീവ്രവാദ ആക്രമണ കേസിൽ പോലീസ് തിരയുന്ന പിടികിട്ടാപ്പുള്ളികളായിരുന്നു ഇരുവരും. ദമാമിനടുത്ത ഖത്തീഫ് സ്വദേശികളായ മുഹമ്മദ് സുഹൈമൽ, ഫാസിൽ ഹമാദ എന്നിവരാണ് ജൂൺ 2 നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. DNA പരിശോധനയ്ക്ക് ശേഷമാണ് അധികൃതർ തീവ്രവാദികളുടെ വിവരം പുറത്തുവിട്ടത്. സ്ഫോടന വസ്തുക്കളുമായി വന്ന ടൊയോട്ട SUV കാർ പൊട്ടിത്തെറിച്ചാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. നഗരമധ്യത്തിലായിരുന്നു സംഭവം. നിർത്തിയിട്ട ടൊയോട്ട SUV കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവാമിയ പ്രദേശത്ത് നടന്ന തീവ്രവാദ ആക്രമണ കേസിൽ പോലീസ് തിരയുന്ന പിടികിട്ടാപ്പുള്ളികളായിരുന്നു ഇരുവരും. 3 തീവ്രവാദികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇവർക്കുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി പോലീസ് വക്താവ് അറിയിച്ചു. കാറിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും 2 ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച രാത്രി 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രിത സ്ഥലത്തേക്ക് സ്ഫോടക വസ്തുക്കളുമായി തീവ്രവാദി വന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. മേജർ താരിഖ് അൽ അല്ലാഖിയാണ് കൊല്ലപ്പെട്ട സൈനികൻ. പ്രത്യേക സുരക്ഷാ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ആക്രമണത്തിൽ പരിക്കേറ്റവർ. സംഘർഷം തുടരുന്നതിനാൽ ശക്തമായ സുരക്ഷയാണ് മേഖലയിൽ ഒരുക്കിയത്. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം. മലയാളി വിദ്യാർത്ഥിയുടെ മിന്നുന്ന പ്രകടനത്തോടെ ഈ വർഷത്തെ ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് മത്സരങ്ങൾക്ക് തിരശ്ശീല വീണു. 100 രാജ്യങ്ങൾ മാറ്റുരച്ച മത്സരത്തിന്റെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഏറ്റവും അവസാനത്തെ മത്സരാർത്ഥിയായാണ് ഇന്ത്യയുടെ ജാബിർ ഹുസൈന് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിന്റെ വേദിയിൽ അവസരം ലഭിച്ചത്. വിധികർത്താക്കൾ ഖുർആനിൽ നിന്ന് ഓതിവെക്കുന്ന ഭാഗത്തിന്റെ തുടർച്ച കാണാതെ തെറ്റില്ലാതെ പാരായണം ചെയ്യുന്നതാണ് മത്സരം. ആദ്യഘട്ടത്തിൽ ആലു ഇമ്രാൻ സൂറത്തിലെ ഭാഗം ഒറ്റ തെറ്റില്ലാതെ ജാബിർ പൂർത്തിയാക്കി. 2-3 ഘട്ടങ്ങളിൽ ചെറിയ പിഴവുണ്ടായെങ്കിലും മികച്ച മത്സരം പുറത്തെടുക്കാൻ ജാബിർ ഹുസൈന് കഴിഞ്ഞു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. രാവിലത്തെ 2 റൗണ്ടിലും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു, അൽഹംദുലില്ലാ. പാലക്കാട് വല്ലപ്പുഴ ചെട്ടിയാരത്തൊടി ഹൗസിൽ മുഹമ്മദ് അലിയുടെയും ആയിഷയുടെയും മകനാണ് ഈ 19-കാരൻ. അർദ്ധരാത്രിയും പിന്നിട്ട മത്സരം വീക്ഷിക്കാൻ 100 കണക്കിന് പേരാണ് ദുബായ് ചേംബർ ഹാളിലെത്തിയത്. ഈ വർഷത്തെ മത്സര ജേതാവിനെ അറിയാൻ ബുധനാഴ്ച രാത്രി വരെ കാത്തിരിക്കണം. ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഇസ്ലാമിക് വിമൻസ് അസോസിയേഷൻ കുവൈത്ത് മുതിർന്ന പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ഖുർആൻ മനപ്പാഠ മത്സരത്തിൽ ബിഷാറ ബഷീർ, നവാൽ പർവീൻ, നഷ്വ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഹനാൻ ഹാഷിം, റിദ മറിയം എന്നിവർ പ്രോത്സാഹന സമ്മാനം നേടി. ഫൈസൽ മഞ്ചേരി, KA സുബൈർ, അബ്ദുറസാഖ് നദ്വി എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഉസ്ന നജീബ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി ജനാബ് ഷിയാബ് പൂക്കോട്ടൂർ
മുഖ്യ അതിഥിയായിരുന്നു. ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്കായി വീടുകളിൽ പാകം ചെയ്ത ഭക്ഷണം എത്തിച്ചു നൽകി തങ്ങളുടെ വാർഷിക സംഗമം ആഘോഷിക്കുകയാണ് ഖത്തറിലെ വനിതാ കൂട്ടായ്മ. ഖത്തർ മലയാളി മൂസ് എന്ന സംഘടനയാണ് തൊഴിലാളികൾക്കായി നാടൻ വിഭവങ്ങൾ ഒരുക്കിയത്. QUMM കുടുംബ സംഗമത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ഗരങ്കാവു ആഘോഷവും അരങ്ങേറി. നിലവിൽ 900-ലധികം മലയാളി വീട്ടമ്മമാരാണ് കൂട്ടായ്മയിലുള്ളത്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസിന്റെ കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്ത വിഭാഗമായ ദി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ 75ാമത് രക്തദാന ക്യാമ്പ് ദുബായ് ലത്തീഫ ആശുപത്രിയിൽ നടന്നു. ദുബായ് ആരോഗ്യ മെഡിക്കൽ സർവീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2004-ൽ UAE-യിൽ സ്ഥാപിതമായതു മുതൽ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി ജോയിയുടെ നേതൃത്വത്തിൽ കമ്പനി പ്രവർത്തിക്കുന്ന 11 രാജ്യങ്ങളിലും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. രക്തദാന ക്യാമ്പുകൾ വലിയ സാമൂഹ്യ സേവനമാണ് നിർവഹിക്കുന്നതെന്ന് ജോയ് ആലുക്കാസ് പറഞ്ഞു. ഇത് 75ാമത്തെ ക്യാമ്പയിനാണ്. ഞങ്ങൾ 2600ഓളം യൂണിറ്റ് ബ്ലഡ് ഇവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ CSRൻ്റെ ഒരു പാർട്ടാണ് ബ്ലഡ് ഡൊണേഷൻ. ബ്ലഡ് ഡൊണേഷൻ ഞങ്ങൾ GCC കൺട്രീസിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. സ്റ്റാഫ് മാത്രമല്ല അവരുടെ ഫാമിലി ബാക്കിയുള്ള എല്ലാവരും സ്ലോലി അവരും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. രക്തദാനം നിരന്തരമായി നടത്തേണ്ടത് ഇതിനാൽ ഏറെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAE-യിൽ മാത്രം 2600 യൂണിറ്റ് രക്തമാണ് ജോയ് ആലുക്കാസിന്റെ രക്തദാന സംരംഭം സംഭരിച്ചത്. ഇതുകൂടാതെ പ്ലേറ്റ്ലെറ്റ് ദാനവും ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി രക്തദാതാക്കളുടെ പേരുവിവരങ്ങൾ സൂക്ഷിക്കുന്ന അത്യാധുനിക സംവിധാനവും ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദുബൈ. റമദാനിൽ ഹൃദ്യമായ ഒത്തുകൂടലിന് വേദിയാവുകയാണ് ഖത്തറിലെ സ്വദേശി മജ്ലിസുകൾ. ഇഫ്താറുകൾക്കെന്ന പോലെ അത്താഴത്തിനും സ്വദേശികളും വിദേശികളുമെല്ലാം മജ്ലിസുകളിലെ ഈ സൗഹൃദ കൂട്ടത്തിൽ പങ്കാളികളാകുന്നു. സ്നേഹവും സാഹോദര്യവും പൂക്കുന്ന ഈ മജ്ലിസുകളിൽ അസ്വസ്ഥതകൾക്കും ആശങ്കകൾക്കും ഇടയില്ല. അറേബ്യൻ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായുള്ള മജ്ലിസുകളിലെ സൗഹൃദ കൂട്ടായ്മകൾ റമദാനിലാണ് കൂടുതൽ സജീവമാകുന്നത്. മുതിർന്നവരും കുട്ടികളുമെല്ലാം ഒത്തുചേരുന്ന ഖത്തറിലെ സ്വദേശി മജ്ലിസുകളിൽ ഇഫ്താറുകൾക്കായി ഇപ്പോഴും വിവിധ രാജ്യക്കാർ എത്തിച്ചേരുന്നുണ്ട്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം ഹൃദ്യമായ സ്വീകരണവുമാണ് മജ്ലിസുകളിൽ ലഭിക്കുന്നത്. അയൽ വീടുകളിലുള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന ഈ സൗഹൃദ കൂട്ടായ്മയിലൂടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇസ്ലാമിക മൂല്യങ്ങളും ഖത്തരി പാരമ്പര്യവുമാണ് തങ്ങൾ പകർന്നു നൽകുന്നതെന്ന് സ്വദേശികൾ പറയുന്നു. പൂർവ്വപിതാക്കൾ തുടങ്ങിവെച്ച ഈ സ്നേഹകൂടാരങ്ങളിലൂടെ ശിക്ഷണം നേടുന്ന കുട്ടികളും ആതിഥ്യ മര്യാദയുടെ നല്ല പാഠങ്ങൾ ആർജിച്ചെടുക്കുകയാണ്. പുതിയ സാഹചര്യത്തിലും അസ്വസ്ഥതകൾക്കും ആശങ്കകൾക്കും ഇടം കൊടുക്കാതെയാണ് ഖത്തറിലെ സ്വദേശി വീടുകളിലെ മജ്ലിസുകളിൽ അറബികളെയും അനറബികളെയും ഒരുമിച്ചിരുത്തുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമുയർത്തുന്ന ഖത്തരി മജ്ലിസുകളിലേക്ക് എല്ലാ നാട്ടുകാർക്കും ഒരുപോലെ പ്രവേശനമുണ്ട്. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1. റമദാൻ 30 പൂർത്തിയാകുകയാണെങ്കിൽ കുവൈത്തിൽ ഇക്കുറി ചെറിയ പെരുന്നാളിന് 9 നാൾ അവധി നൽകും. റമദാൻ 29 അവധികൾ 5 ആയി ചുരുങ്ങും. റമദാൻ 30 തികയ്ക്കാൻ സാധ്യത കുറവാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ആദിൽ അൽ മർസൂഖിന്റെ പ്രവചനമുണ്ട്. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭായോഗത്തിന് ശേഷം ക്യാബിനറ്റ് കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള അസ്വബാഹാണ് പെരുന്നാൾ അവധി സംബന്ധിച്ച തീരുമാനം അറിയിച്ചത്. ഇതനുസരിച്ച് ജൂൺ 25 ഞായറാഴ്ച ചെറിയ പെരുന്നാളാവുകയാണെങ്കിൽ 23 വെള്ളിയാഴ്ച മുതൽ 27 ചൊവ്വാഴ്ച വരെ തുടർച്ചയായ 5 ദിനങ്ങൾ അവധിയായിരിക്കും. 28 മുതൽ സർക്കാർ ഓഫീസുകളും മറ്റും തുറന്നു പ്രവർത്തിക്കും. അതേസമയം റമദാൻ 30 പൂർത്തിയാക്കി ഷവ്വാൽ 1 ജൂൺ 26 തിങ്കളാഴ്ചയാവുകയാണെങ്കിൽ അവധി ദിനങ്ങളുടെ എണ്ണം 9 വർദ്ധിക്കും. പെരുന്നാൾ അവധിക്കും വാരാന്താവധിക്കും ഇടയിൽ വരുന്ന ഞായർ, വ്യാഴം എന്നീ ദിവസങ്ങൾ വിശ്രമ ദിനങ്ങളായി കണക്കാക്കിയാണ് 9 നാൾ പൊതു അവധി നൽകുക. ഇങ്ങനെ വരുമ്പോൾ തുടർ അവധിക്ക് ശേഷം ജൂലൈ 2 ഞായറാഴ്ചയായിരിക്കും സർക്കാർ സ്ഥാപനങ്ങളും ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കുക. അതിനിടെ ഈ വർഷം റമദാൻ 30 പൂർത്തിയാക്കാനുള്ള സാധ്യതയില്ലെന്ന് പ്രമുഖ ഗോളനിരീക്ഷകൻ ആദിൽ അൽ മർസൂഖ് അഭിപ്രായപ്പെട്ടു. ഗോളഗണിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ പെരുന്നാൾ നമസ്കാര സമയം പുലർച്ചെ 5:05 ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ശരീരവും സമ്പത്തും കഴിവുകളും പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിക്കാൻ വിശ്വാസികൾ തയ്യാറാകണമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. യൂത്ത് ഇന്ത്യ കുവൈറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അള്ളാഹുവിന്റെ റസൂൽ കൊടിപിടിച്ചു പോകുന്ന സ്വർഗം
ലിവാകേന്തി ഞാൻ മുന്നിലുണ്ടാവും. എന്റെ പിന്നിൽ അമ്പിയാക്കളുണ്ട്, അതിന്റെ പിന്നിൽ സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. എല്ലാവരും മാടിപ്പാടിയാണ് പോകുന്നത്. മംഗഫ് നജാത്ത് സ്കൂളിൽ നടന്ന സംഗമം KIG പ്രസിഡന്റ് ഫൈസൽ മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് നജീബ് CK അധ്യക്ഷനായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്തു. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളടങ്ങിയ കലണ്ടർ ഷിഹാബ് പൂക്കോട്ടൂർ പ്രകാശനം ചെയ്തു. യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ബാസിദ്, KIG മേഖലാ പ്രസിഡന്റുമാരായ ഫിറോസ് ഹമീദ്, മൊയ്തു K എന്നിവർ സംബന്ധിച്ചു. ഷാഫി കോയമ സ്വാഗതവും ഉസാമ അബ്ദുൾ റസാഖ് ഖിറാഅത്തും നടത്തി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്ത് KMCC നാഷണൽ കമ്മിറ്റി റമദാൻ പ്രഭാഷണവും അത്താഴ വിരുന്നും സംഘടിപ്പിച്ചു. അബാസിയ മറീന ഹാളിൽ നടന്ന പരിപാടിയിൽ ഹാഫിൾ അഹമ്മദ് കബീർ ഭാഗവി മുഖ്യപ്രഭാഷണം നടത്തി. കുവൈത്ത് KMCCയുടെ 40ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മെഗാ റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചത്. അറിവിലൂടെ നന്മ, നന്മയിലൂടെ വിജയം എന്ന ശീർഷകത്തിലായിരുന്നു പരിപാടി. കൂടുതൽ അറിവ് നേടാനുള്ള അവസരമായി പരിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യപ്രഭാഷകൻ ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ൽ പരം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര പ്രസിഡന്റ് KTP അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ മാവിലാടം അധ്യക്ഷനായിരുന്നു. KMCCയുടെ മുതിർന്ന നേതാക്കളായ ഷറഫുദ്ദീൻ കണ്ണേത്ത്, ബഷീർ ബാത്ത, സിറാജ് എരഞ്ഞിക്കൽ, MK അബ്ദുൾ റസാഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. NK ഖാലിദാജി സ്വാഗതവും നിസാർ അലങ്കാർ നന്ദിയും പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ബദർ അൽ അമയുടെ ആഭിമുഖ്യത്തിൽ ഒമാനിലെ സൊഹാർ ഫലജ് ബ്രാഞ്ചുകൾ സൗഹൃദ ഇഫ്താർ വിരുന്നൊരുക്കി. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ 1500-ഓളം പേർ പങ്കെടുത്തു. സൊഹാർ തനിമ പ്രസിഡന്റ് ഹബീബ് പറവൂർ റമദാൻ സന്ദേശം നൽകി. മുഹമ്മദ് അലി സഖാഫിയും സംസാരിച്ചു. ബദർ അൽ സമ ഡയറക്ടർമാരായ അബ്ദുൾ ലത്തീഫ്, PA മുഹമ്മദ്, VT വിനോദ് എന്നിവരും ഇഫ്താർ സംഗമത്തിൽ സംബന്ധിച്ചു. സൊഹാർ മാനേജർ മനോജ് കുമാർ സ്വാഗതവും ഫലജ് മാനേജർ അനിഷ മോഹൻ നന്ദിയും പറഞ്ഞു. എല്ലാ ദിവസവും ഇഫ്താർ സംഘടിപ്പിച്ച് വ്യത്യസ്തരാവുകയാണ് തിരുവനന്തപുരത്തെ സംസം ഹോട്ടൽ. യാത്രക്കാരും വിദ്യാർത്ഥികളുമായ നിരവധി പേർക്ക് ആശ്രയമാണിവിടം. നോമ്പ് തുറക്കാനെത്തുന്നവർക്ക് നമസ്കാര സൗകര്യം ഒരുക്കുകയും ഇവർ ചെയ്യുന്നു. നോമ്പിന്റെ ചൈതന്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇഫ്താർ. കഴിഞ്ഞ 6 വർഷമായി റമളാനിലെ എല്ലാ ദിവസങ്ങളിലും ഇത് മുടങ്ങാതെ നിർവഹിക്കുകയാണ് സംസം ഹോട്ടൽ. യാത്രക്കാർ, ഹോസ്റ്റലുകളിലും മറ്റും താമസിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ നോമ്പ് തുറക്കാനായി ഇവിടെ എത്താറുണ്ട്. ഇവിടെ ഇത്രയും സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നോമ്പ് തുറന്ന് കണ്ടോണ്ടേ തന്നെ ഇങ്ങോട്ട് കയറി. നോമ്പ് തുറക്കാനെത്തുന്നവർക്ക് നമസ്കാര സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് സൗജന്യമായി ഇടയത്താഴവും നൽകുന്നുണ്ട്. മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് ഹോസ്റ്റലുകളിലും താമസ സ്ഥലങ്ങളിലും ഹോട്ടൽ ജീവനക്കാർ തന്നെ അത്താഴം എത്തിക്കും. റമളാന്റെ മഹത്വം കണക്കിലെടുത്താണ് ഇവരുടെ ഈ മാതൃകാ പ്രവർത്തനം. നല്ലൊരു മാസത്തിൽ സംസമിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്നേഹോപകാരമാണ് നാട്ടിലുള്ളവർക്കും ഈ വഴിയാത്രക്കാർക്കും വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഒരു നോമ്പുതുറ. മീഡിയ 1 തിരുവനന്തപുരം. KPCC തിരുവനന്തപുരത്ത് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. KPCC പ്രസിഡന്റ് MM ഹസൻ നേതൃത്വം നൽകിയ ഇഫ്താറിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. AK ആന്റണി, ഉമ്മൻചാണ്ടി, K മുരളീധരൻ, C ദിവാകരൻ MLA തുടങ്ങി വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് നേതാക്കൾ സൗഹൃദം പങ്കിടാനെത്തി. പാളയം ഇമാം VP സുഹൈബ് മൗലവി, മണക്കാട് വലിയപള്ളി ഇമാം അബ്ദുൾ ഗഫാർ മൗലവി തുടങ്ങി മതനേതാക്കളും വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളും സംഗമത്തിലെത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷൻ. നമസ്കാരം.